തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് SITയുടെ ആരോപണം. ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണ്. ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നൊരു കുറ്റകരമായ ഒരു ആരോപണം കൂടി ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് SIT ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. പാളികൾ കൊണ്ടുപോകുവാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഇക്കാര്യത്തിൽ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ആചാരലംഘനത്തിന് ആചാരങ്ങളുടെ ഏറ്റവും വലിയ തലവൻ ശബരിമലയെ സംബന്ധിച്ച് തന്ത്രിയാണ് ആചാരങ്ങളുടെ അവസാന വാക്ക്. അദ്ദേഹമാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു വ്യക്തി തന്നെ ഇതുപോലെയുള്ള ഒരു ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു വലിയ ആരോപണമാണ് വിശ്വാസികളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യം. ഒരു തന്ത്രി തന്നെ ഇതിന് കൂട്ടുനിന്നു എന്നാണ് SITയുടെ ഇക്കാര്യത്തിലെ അന്വേഷണത്തിലുള്ള കണ്ടെത്തലും. അത് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത കുറവെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വകുപ്പുകൾ ഇതിൽ ചാർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ചില ക്രിമിനൽ കോൺസ്പിറസിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഞങ്ങൾ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ നമ്മളോട് കൈരളി ന്യൂസിനോട് വ്യക്തിപരമായി അവർ പറഞ്ഞത്. അല്പസമയത്തിനും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ ഈ തന്ത്രിയുമായി ഇവിടെ SIT അന്വേഷണ സംഘം ഈ കൊല്ലത്ത് ഈ മോഹിത്ത് ജഡ്ജി വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ മോഹിത്തിന് മുമ്പാകെ ഹാജരാക്കും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് അത് വലിയ ഒരു ഷോക്ക് തന്നെയാണ്. ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം ശബരിമലയെ സംബന്ധിച്ച് ഈ ആചാരപരമായ കാര്യങ്ങൾ അതുപോലെ തന്ത്രവിധികൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെ അവസാന വാക്ക് തന്ത്രിയാണ്. ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഈ കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെ എന്ന് പറയുന്നിടത്താണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ആഴം. അതുപോലെ ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, അതും ഈ ആചാരപ്രകാരമുള്ളതാണ്. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. പാളികൾ കൊണ്ടുപോകുവാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി എന്നുകൂടി അദ്ദേഹം ഈ SIT ഇതിനകത്ത് തന്ത്രിക്കെതിരെയുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതിൽ വരികൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ SITയുടെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. പിന്നീട് നിരവധി പേരെ ഇതിൽ പ്രതികളെ ചോദ്യം ചെയ്തു. ഇതിൽ തന്ത്രിക്ക് ഈ കേസിൽ എന്തായിരുന്നു ബന്ധം, ഇതിലെന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ എത്താൻ വളരെ വൈകി എന്നുള്ളതാണ്. എന്നാലും അവിടെ SITക്ക് ഹൈക്കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ ഇക്കാര്യത്തിലെ പങ്ക് സംബന്ധിച്ച് അത് പ്രത്യേകം നോട്ടായി തന്നെ കൈമാറിയിട്ടുണ്ടാകണം. ഒരുപക്ഷെ അത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതിയുടെ ഒരു അനുവാദം കൂടി ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകാൻ. കാര്യം ഇപ്പോൾ ഈ മകരവിളക്ക് അടുത്തിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് ഇത് തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും തെളിവുകളും മറ്റു കാര്യങ്ങളും മുഴുവനും അത് ശേഖരിച്ച ശേഷമായിരിക്കണം SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കാൻ സാധ്യത.